പലതരത്തിലുള്ള കിങ് മേക്കേഴ്സിനെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട്. പക്ഷെ ചില കിങ് മേക്കേഴ്സ് നിശബ്ദരായിരിക്കും. അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതായത് കർമ്മ ചെയ്തുകൊണ്ടേയിരിക്കും, ഫലം വരുന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമായിരുന്നു പെട്ടെന്നൊരു ദിവസം നമ്മൾ കേട്ടത് ശ്രീധർ വേമ്പുവിന്റെ ഒരു കാര്യം. അദ്ദേഹം ഇത്തരത്തിൽ നിശബ്ദമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് നമ്മുടേതടക്കമുള്ള മാധ്യമ വമ്പൻ, നമ്മുടേതടക്കം പിന്നീട് അങ്ങോട്ട് മുകളിലേക്ക് ഏറ്റവും വലിയ മാധ്യമ വമ്പന്മാരെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സാമ്രാജ്യം വികസിപ്പിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ആരും പറഞ്ഞു കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും പ്രജിത, ഇത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ആരും പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബില്ലനെയർ ആയിരിക്കുന്നു എന്നാണ്. അദ്ദേഹം അത് മാത്രമല്ല, അത് ആശയപരമായി ലോകത്തിൻ്റെ സാംസ്കാരികപരമായി ലോകത്തിൻ്റെ ഈ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരാൾ കൂടിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മീഡിയ കിങ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിസ് എലിസൺ എന്നാണ്. അതെ, ഈ ഡേവിസ് എലിസൺ പിന്നെ ഇദ്ദേഹം വളർന്നത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും വലിയ വളർച്ച അദ്ദേഹം നേടിയത്. വളരെ പ്രമുഖൻ. ഒറാക്കിളിന്റെ പിതാവ് ലാറി എലിസൺ എന്ന് പറയുന്ന ആൾ ഒറാക്കിളിന്റെ സ്ഥാപകനും ഒറാക്കിൾ ടെക്നോളജിയുടെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിൻപറ്റിയാണ് ഈ നമ്മുടെ ഈ ഡേവിഡ് എലിസൺ രംഗത്ത് വന്നത്. ഇന്നിപ്പോൾ കാണുന്നത് അദ്ദേഹം പുതിയ ഒരു പദവിയിലേക്ക് വന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒപ്പോണൻസ്, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രതിയോഗികളെന്ന് പറയാൻ പറ്റില്ല. ഈ രംഗത്തുള്ള പ്രഗത്ഭരെ നമുക്ക് നോക്കിയാൽ രൂപക് മർഡോക്കിനെ നമുക്കറിയാം. ന്യൂസ് കോർപ്പിന്റെ മർഡോക്ക്, നമ്മുടെ സ്റ്റാർ അടക്കമുള്ള മുഴുവൻ അതിൻ്റെയൊക്കെ അവരാണ് HBO പോലുള്ള പല വാർണർ ബ്രദേഴ്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന, സ്റ്റാറൊക്കെ നിയന്ത്രിക്കുന്ന അവരാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ റീഡ് ഹാസ്റ്റിംഗ്, അല്ലെങ്കിൽ ജെഫ് ബെസോസ് ആമസോണിന്റെ അധിപൻ, ഇലോൺ മസ്ക് എക്സിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന അവരൊക്കെ അതാണ് നമ്മൾ ഓർക്കാറ്, നമ്മൾ കേൾക്കാറ്. അപ്പം അവരുടെ ഇടയിലൊക്കെ ഡേവിഡ് എലിസന്റെ പുതിയ പേര് വരുമ്പോൾ അജ്ഞാതമായി ഇങ്ങനെ ആരും കാണാതെ നിഴലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ചില്ലറക്കാരനല്ല. അദ്ദേഹം ലോക മാധ്യമ സാമ്രാജ്യത്തിന്റെ അതിനെ പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശക്തിയാണ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് സ്കൈ ഡാൻസ് എന്നാണ്. അതിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് സ്കൈ ഡാൻസ് എന്ന് പറഞ്ഞ കമ്പനി വെറും $1 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പിന്നെ ടേൺ ഓവർ മാത്രം ഉണ്ടായിരുന്ന സാധാരണ കമ്പനിയാണ്. $1 ബില്യൺ അമേരിക്കൻ ഡോളർ ഒരു ചെറിയ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ കമ്പനിയായിരുന്നു സ്കൈ ഡാൻസ്. എന്നാൽ അവർ അസോസിയേറ്റ് ചെയ്ത അവർ സഹനിർമ്മാതാക്കളായി ചില സിനിമകളിൽ വന്നു. ടോപ്പ് ഗണ്ണും സ്റ്റാർ ട്രക്ക് പോലുള്ള സിനിമകളിൽ. അതോടുകൂടിയാണ് ലോകം എമ്പാടുമായിട്ട് വലിയ നീക്കങ്ങളിലേക്ക്, അവർക്ക് സാമ്പത്തിക നീക്കങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാനുള്ള ഊർജം ലഭിച്ചതെന്ന് പറയാം. അപ്പം ഇത് അവരുടെ ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്നത് $8 ബില്യൺ. നമുക്കറിയാം പാരമൗണ്ട് പിക്ചേഴ്സ് ഒരു വലിയ മലയുടെ, ആൽപ്സ് പോലൊരു മലയുടെ പിക്ചറൊക്കെ ആയിട്ട് പാരമൗണ്ട് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടക്കത്തിലേക്ക് ഇറങ്ങി വരുന്ന വിസ്തൃതമായ ഹോളിവുഡ് സിനിമകൾ നമുക്കറിയാം. അതൊക്കെ നമുക്ക് സമ്മാനിച്ച ആ പാരമൗണ്ട് പിക്ചേഴ്സിനെ $8 ബില്യൺ അവർ സ്വന്തമാക്കി, ഒരു കുടക്കീഴിലാക്കി. ആ കുടയുടെ വലിപ്പം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാരമൗണ്ടിന്റെ കീഴിലുള്ള ബ്രാൻഡുകൾ എന്തൊക്കെയാ? ചലച്ചിത്ര രംഗത്താണെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് പോലുള്ള ഫ്രാഞ്ചൈസികൾ, മിഷൻ ഇമ്പോസിബിൾ പോലുള്ള ടോം ക്രൂസ് ഒക്കെ അഭിനയിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ പോലുള്ള ദ ഡിപ്പാർട്ടഡ് പോലുള്ള സിനിമകൾ. അപ്പോൾ ഇത്തരം സിനിമകൾക്ക് ഓസ്കാർ വേദിയിലൊക്കെ വലിയ നേട്ടങ്ങൾ കൈയെടുക്കുന്ന, സാമ്പത്തിക നേട്ടങ്ങൾ കൈയെടുക്കുന്ന ഫ്രാഞ്ചൈസീസ് ആണ് ഇവരൊക്കെ. ടെലിവിഷൻ നെറ്റ്വർക്കിലേക്ക് പോയാൽ CBS ന്യൂസ് പോലുള്ള, കോമഡി സെൻറ്റർ പോലുള്ള, BET പോലുള്ള, NCIS പോലുള്ള, ഇതൊക്കെ നമ്മുടെ ഇവിടെ മറ്റു പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ കമ്പനിയുടെ മാതൃ കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയുമ്പോഴാണ് ഇവർക്കൊക്കെ അവിടെയൊക്കെ നിക്ഷേപമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത് ഈ സ്കൈ ഡാൻസ് ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു മൂവ്മെന്റ് നടത്താൻ പോവുകയാണ്. ടൈം വാർണർ ബ്രദേഴ്സ് സിനിമാ രംഗത്തുള്ള വലിയ നാമമാണ്. അപ്പൊ ഈ കൂട്ടുകെട്ടിലൂടെ ഏറ്റവും വലിയ അവർ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവര്. ഈ സ്കൈ ഡാൻസ് ഈ ടൈം വാർണർ ബ്രദേഴ്സിനെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ ടൈം വാർണർ ബ്രദേഴ്സ് ആരൊക്കെയാണ്? എന്റർടൈൻമെന്റ് രംഗത്തെ മുടിചൂടാൻ മന്നന്മാരാണ്. HBO പോലുള്ള ടെലിവിഷൻ നെറ്റ്വർക്ക്, CNN പോലുള്ള വാർത്താ ടെലിവിഷൻ നെറ്റ്വർക്ക്, ഡിസ്കവറി പോലുള്ള വലിയ നെറ്റ്വർക്ക് ലോകത്തിലെ ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങളെ കൃത്യമായി അവരുടെ ജീവിതത്തിലേക്ക്
പോയി ഡിസ്കവറി നടത്തുന്ന ഡിസ്കവറി മാഗസിനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ ചാനൽ TBS പോലുള്ള TNT പോലുള്ള TLC പോലുള്ള വിശ്രുത ബ്രാൻഡുകൾ, ടെലിവിഷൻ നെറ്റ്വർക്കുകൾ, അവരുടെയൊക്കെ ഫ്രാഞ്ചൈസി, ഈ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നോക്കൂ. DC കോമിക്സ് എന്ന് പറയുന്നത് ചെറിയ വ്യവസായമല്ല. വാൾട്ട് ഡിസ്നിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ഏരിയയാണ് DC കോമിക്സ്. ഹാരി പോട്ടർ പോലുള്ള വിശ്രുത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആ കോമിക്സുകൾ, ഗെയിം ഓഫ് ത്രോണും ലോർഡ് ഓഫ് ദ റിങ്സും പോലുള്ള വിശ്രുത സിനിമകൾ, ഇതൊക്കെ അവരുടെ ഫ്രാഞ്ചൈസികളാണ്. അപ്പോൾ ഡേവിഡ് എലിസൺ ഈ സാമ്രാജ്യത്തിന് പിന്നിൽ ശക്തിയായിട്ട് നിൽക്കുമ്പോൾ, ഒരേ ഒരാൾ മാത്രമായി നിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അയാളുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ആ അച്ഛൻ്റെ മകൻ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയെ വളർത്തി. ആ കമ്പനിയാണ് ഈ കമ്പനിയിൽ നിന്ന് പിതാവിൻ്റെ പിന്തുണയോടെ എലിസൺ സ്കൈഡാൻസിൽ നിന്നും $1 ബില്യൺ അമേരിക്കൻ നിന്നും അദ്ദേഹം ഈ ടൈം വാർണറിനെയും പാരമൗണ്ടിനെയും ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനിയാക്കി മാറ്റുമ്പോൾ വലിയ ഒരു ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഈ ഒറാക്കിളാണ് ടിക്ടോക്കിന്റെ പിൻബലം എന്ന് പറയുന്നത്. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ കൊടുക്കുന്നത് ഈ ഒറാക്കിളാണ്. ഈ ഒറാക്കിളിന്റെ പിൻബലമായിട്ട്, അതായത് ഡാറ്റയാണല്ലോ അതിൽ നിന്ന് കിട്ടുന്നത്. ഒറാക്കിൾ മനുഷ്യർ മുഴുവൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അമേരിക്കക്കാർ മുഴുവൻ ഉണ്ടതിൽ. അപ്പോൾ ഡാറ്റയാണല്ലോ കിട്ടുന്നത്. ആ ഡാറ്റയും ഈ മീഡിയയും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു പണിയാണ് ഇവർ അച്ഛനും മകനും തമ്മിൽ കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ടിക്ടോക്ക് ബന്ധം നമ്മൾ ഓർമ്മയുണ്ടോ പ്രജിതയ്ക്ക്? നമ്മളെ ട്രംപുമായിട്ടുള്ള ചൈനയുമായിട്ടുള്ള ഒരു താരിഫ് യുദ്ധത്തിനിടയിൽ ഒരു ഇഷ്യൂ കടന്നിരുന്നത് ടിക്ടോക്കിന്റെ കടന്നുവരവിനെ തടഞ്ഞുകൊണ്ട് അമേരിക്ക ചൈനയ്ക്ക് മുന്നിൽ ആധിപത്യം പുലർത്താൻ ശ്രമിച്ചു. പക്ഷെ അതിൽ ചൈന വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. ആ കമ്പനി വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. ഈ ഒറാക്കിളിന് വേണ്ടിയായിരുന്നു ട്രംപ് അത് ചെയ്തിരുന്നത്. 80% ഓഹരി സ്വന്തമാക്കി. അങ്ങനെ ആ 20% മാത്രമാണ് അവിടെ നിലനിർത്താൻ പറ്റിയത് മറ്റു മാതൃ കമ്പനിക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഈ ഡേവിഡ് ലാറിയും ഈ അച്ഛനും മകനും കൂടെ ചേർന്നിട്ട് മാധ്യമ ലോകത്തെയും സോഷ്യൽ മീഡിയയും ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ്. ശാന്തമായിട്ട് എല്ലാം പരിപാടിയൊക്കെ ചേരുന്നൊന്നും ആരും അറിയുന്നില്ല. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് നെറ്റ്ഫ്ലിക്സിനേക്കാളും ഇരട്ടി വലിപ്പത്തിലായി ഈ കമ്പനി. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഈ കൂട്ടുകെട്ട് സ്കൈ ഡാൻസ് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഈ ടെക്നോളജിയും മീഡിയയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൂട്ടുകെട്ടുകൾ വളരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും NVIDIAയുടെ ഓപ്പൺ AI ഒറാക്കിൾ നിക്ഷേപിക്കുകയും ഒറാക്കിൾ ഓപ്പൺ AIയിൽ നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെല്ലാവരുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവരെല്ലാം ഒന്നാണ്. നമ്മൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയില്ലേ, ചിലപ്പം പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർ അവർ പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്ന് പറയും. ടെക് ലോകത്തുള്ള ഈ കമ്പനികൾ, മീഡിയ ലോകത്തുള്ള ഈ കമ്പനികൾ ഒന്നല്ലെങ്കിലും ഇവരെല്ലാം പരസ്പരം ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന പിതാവ് ലാറി എലിസന്റെ ഒറാക്കിൾ മുഖേന ഈ ഡാറ്റകൾ, ടെക്നോളജിയും ഈ മകൻ ഡേവിഡ് എലിസന്റെ മാധ്യമ സാമ്രാജ്യവും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ലാറി എലിസൺ 81 വയസ്സായി. അടുത്ത 20 വർഷം, ഇനിയിപ്പോൾ ഒരുപാട് കാലം ഇത്ര വർഷം ജീവിച്ചിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത 20 വർഷത്തിനുള്ളിൽ ഡേവിഡ് എലിസൺ മാധ്യമ ലോകത്തിന്റെ പൂർണ്ണ ആധിപത്യം നേടും എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മീഡിയ കിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നേടും. അതിനൊരു വിഷണറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അതിൽ നിശബ്ദമായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനറിയാം. അപ്പോൾ സിനിമയും ടെലിവിഷനും സോഷ്യൽ മീഡിയയും ഡാറ്റ സ്റ്റോറേജും ഒക്കെ ഈ 14 ലോകങ്ങളെയും 4 ലോകങ്ങളാണ് അദ്ദേഹം നിയന്ത്രിക്കുന്നത്. ഈ 4 ലോകങ്ങളും അത് 14 ലോകങ്ങൾ എന്ന് നമ്മൾ ഇൻഡനൈസ് ചെയ്തിട്ട് പറയുമ്പോൾ, ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് 14 ലോകങ്ങൾ തന്നെയാണ്. ആകാശവും ഭൂമിയും ബഹിരാകാശവും ഒക്കെ ഉൾപ്പെടുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ വലിയ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വലിയ ഒരു ശക്തിയായിട്ട് അദ്ദേഹം വളരുമ്പോൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മോഹം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതുണ്ടാവാതിരിക്കില്ലല്ലോ. ഈ പണമൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു സംഗതിയാണല്ലോ, ഇനി എനിക്കൊന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കളയാം. നമ്മുടെ ഇവിടുത്തെ ചില പണക്കാരെ പോലെയാണ്. അങ്ങനെ ഇറങ്ങി ഒരുപാട് ആൾക്കാർ കൈപൊള്ളിയവരുണ്ട്. പക്ഷെ അമേരിക്ക ആയതുകൊണ്ട് അങ്ങനെ കൈപൊള്ളുമെന്ന് നമുക്ക് പറയാൻ വയ്യ. മാധ്യമം കയ്യിലുണ്ട്, ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വഴികൾ കയ്യിലുണ്ട്, അതിനുള്ള പണിയറിയാം, പുതിയ കാലത്തിൻ്റെ സോഷ്യൽ മീഡിയ കയ്യിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭാവിയിലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അദ്ദേഹം ആയേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു രാജാവ്, നിശബ്ദമായി വളരുന്ന പുതിയൊരു രാജാവ് ഡേവിഡ് എലിസൺ, ലാറി എലിസന്റെ പുത്രൻ വളരുകയാണ്. ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിന് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സാധ്യതകൾ ഏറെയാണല്ലോ. ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് വന്നതുപോലും നമ്മൾ പറഞ്ഞ പോലെ എലോൺ മസ്ക് ആണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവൻ. അവസാനം അത് തെറ്റി പിരിഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ ഇതെല്ലാം കയ്യിലുണ്ട്.
അവിടെ ഒരു മീഡിയ മാധ്യമമുണ്ട്. പുറകിലുണ്ടായിരുന്ന ഒരു മീഡിയ, പക്ഷെ അതെ. സ്വന്തം മീഡിയ കയ്യിലുണ്ട്. അതെ, ഇവിടെ മാധ്യമമുണ്ട്, അതെ. പണമുണ്ട്, അതെ. അപ്പൊ പിന്നെ സ്വാധീനിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. ഈ രണ്ടെണ്ണമാണല്ലോ പ്രധാനമായും വേണ്ടത്. ഞാൻ വളരെ നിർണായകമായിട്ടുള്ള ഇതുവരെയും ആരും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം ആളുടെ പേര് പറയാതെ പറയാം. കേരളത്തിലെ ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരിൽ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആണോ? അപ്പൊ നമ്മള് പിന്നെ എം വി രാഘവന്റെ മകൻ നികേഷ് കുമാർ കടന്നതുപോലെ അല്ല, അത് ഉടമസ്ഥൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തയ്യാറെടുക്കുകയാണ്. മിക്കവാറും നമുക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവും. അപ്പൊ ഇവരെല്ലാം ഈ രാഷ്ട്രീയ മോഹം കൊണ്ടുനടക്കുന്ന ആളുകളാണ്. അപ്പൊ അത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡേവിഡ് എലിസൺ വന്നേക്കാം. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് മാറിയേക്കാം. സംഭവിക്കാൻ പോകുന്ന കാര്യം അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ അമേരിക്ക ആയതുകൊണ്ട് അത് നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.